സത്യത്തിൽ ആരെയും ആശ്രയിക്കാതെ ജീവിക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ അവരുടെ സാന്നിധ്യമില്ലാതെയാകുമ്പോൾ വലിയ വിഷമം കാണില്ല. ചില തിരിച്ചറിവുകൾക്ക് ശേഷമുള്ള യാത്രയുടെ പേരാണ് ജീവിതം. വിധിച്ചതേ കിട്ടുള്ളൂ എന്നറിയാം, എന്നാലും ആഗ്രഹിക്കാറുണ്ട് ചിലതൊക്കെ. പറയാതെ അറിയണമെന്ന് കരുതുന്നതാവും പലപ്പോഴും പറഞ്ഞാലും അറിയാതെ പോകുന്നത്. അവഗണനകൾ മാത്രം ലഭിക്കുന്ന സ്ഥലത്ത് അറിയാതെ വീണ്ടും ചെന്നു പോകുന്നത് അഭിമാനമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് സ്നേഹം അതിലേറെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. സ്നേഹം മനോഹരമാണ്, കാരണം അത് ഹൃദയത്തിൽ നിന്നും വരുന്നു. എന്നാൽ സൗഹൃദം അത് അതിമനോഹരമാണ്, കാരണം അത് മറ്റൊരു ഹൃദയത്തോടുള്ള കരുതലുമുണ്ട്. സ്വപ്നങ്ങളിൽ ജീവിക്കുമ്പോഴല്ല, ആ സ്വപ്നങ്ങൾക്കായി ജീവിക്കുമ്പോഴാണ് ജീവിതം സുന്ദരമാകുന്നത്. വിമർശിക്കാനും നിരുത്സാഹപ്പെടുത്താനും ഒരുപാട് പേരുണ്ടാവും. അത് കേട്ട് തളർന്നാൽ ലക്ഷ്യം വെറുമൊരു സ്വപ്നമായി പോകും. യഥാർത്ഥ സ്നേഹം തിരയും തീരവും പോലെയാണ്. പിണങ്ങിയാലും പോയാലും വീണ്ടും വീണ്ടും നെഞ്ചിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും, ഒരിക്കലും പിരിയാതെ. ഏത് പ്രതികൂല സാഹചര്യത്തിലും മനസ്സുമടുത്ത് പിന്മാറരുത്, പോരാടിക്കൊണ്ടേയിരിക്കുക. കഠിനമായ പോരാട്ടങ്ങളിലാണ് വിജയങ്ങൾ സൃഷ്ടിക്കുന്നത്. ഒറ്റയ്ക്ക് പറക്കാനും ഏറെ ദൂരം പിടിച്ചു നിൽക്കാനും പഠിക്കണം. എല്ലായ്പ്പോഴും വിശ്രമിക്കാൻ ചില്ല കിട്ടിയെന്ന് വരില്ലല്ലോ. എല്ലാവരുടെ ഉള്ളിലും സ്നേഹവും സന്തോഷവുമുണ്ട്. ചിലപ്പോൾ അത് പുറത്തു കൊണ്ടുവരാൻ ഒരാൾ വേണ്ടിവരും. അവരെയാണ് നമ്മൾ പ്രിയപ്പെട്ടവർ എന്ന് വിളിക്കുന്നത്. ആത്മാഭിമാനം പണയം വെക്കരുത്, അതിനെ അഹങ്കാരം എന്ന് വിളിച്ചോട്ടെ. കയറിച്ചെല്ലുന്ന സന്തോഷത്തോടെ ഒരാളിൽ നിന്നും ഇറങ്ങിപ്പോരാനാകില്ല. ഒറ്റപ്പെട്ടുപോയി എന്ന തോന്നലില്ലാതിരിക്കാൻ ഏറ്റവും നല്ലത് അമിതമായി ഒരാളിലും അടിമപ്പെടാതിരിക്കുക മാത്രമാണ്. ആരോടും പറയാത്ത കാര്യങ്ങൾ വരെ ചിലരോട് പറയുന്നത് നമുക്കവരെ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമല്ല, മറ്റാരേക്കാളും നമ്മളെ അവർ മനസ്സിലാക്കുമെന്ന് കരുതിയിട്ടാണ്. ആ ഒരിടമില്ലേ, പണ്ട് എപ്പോഴോ ഒരാൾ വന്ന് സ്നേഹം നിറച്ചു ഭദ്രമായി അടച്ചിട്ടു പോയ ഒരിടം. പകരക്കാരായി ആര് വന്നാലും ആ വാതിൽ തുറക്കില്ല. ചിലരെയൊക്കെ ജീവിതത്തിൽ പരിചയപ്പെടുന്നത് ഇനി ഒരിക്കലും ഒരാളോടും പെട്ടെന്ന് കൂട്ടുകൂടരുതെന്ന് പഠിപ്പിക്കാനാണ്. മനസ്സറിഞ്ഞു സ്നേഹിച്ച ഒരാളെയും മരിക്കുവോളം വെറുക്കാൻ കഴിയില്ല. പകരമായി എത്തുന്നവരാരും പകരം വയ്ക്കപ്പെടുകയുമില്ല. ചിന്തകൾ നന്നായിരിക്കണം, കാരണം കാഴ്ചാശക്തിക്ക് ചികിത്സയുണ്ട്, കാഴ്ചപ്പാടുകൾക്ക് ചികിത്സയില്ല. നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത് ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ശക്തിയെ പുറത്തെടുക്കാനുള്ള മാർഗമാണെന്ന് മനസ്സിലാക്കുക. ശത്രുവിനെ വിശ്വസിക്കാം, ഉള്ളത് മുഖത്തു നോക്കി പറയും. എന്നാൽ അടുത്തുകൂടി സ്നേഹം നടിച്ചിട്ട് നമ്മൾ ഒന്നു മാറുമ്പോൾ മറ്റുള്ളവരോട് കുറ്റങ്ങൾ പറയുന്നവരെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും. നമ്മൾ എത്രത്തോളം നിഷ്ക്രിയരായിരിക്കുന്നുവോ അത്രത്തോളം ഭയവും സംശയവും നമ്മളിൽ വളരുന്നു. കൂടുതൽ ആൾക്കാരും തങ്ങൾ സന്തോഷവാന്മാരാണ് എന്നതിനേക്കാൾ തങ്ങൾ ദയനീയരാണ് എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. വിശ്വാസം തന്നെയാണ് ബന്ധങ്ങളുടെ ആത്മാവ്. അത് നഷ്ടപ്പെടുത്തിയവർ പിന്നെ എത്ര അടുപ്പം കാണിച്ചാലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു അകലം ബാക്കി വെച്ചിട്ടുണ്ടാവും. ഒരു സ്ത്രീ ഒരു പുരുഷനെ വെറുക്കപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവളുടെ മനസ്സ് തകർക്കപ്പെട്ടു എന്നതിലാണ്. അറിവ് മാത്രം പോരാ, തിരിച്ചറിവ് കൂടി ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ മനുഷ്യനാകുന്നത്.